ഇന്നത്തെ വീഡിയോ നമ്മൾ നനച്ചുള്ളിൻ്റെയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തുടങ്ങുന്നത് ഫ്രിഡ്ജിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിലത്തെ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമ്മൾ ഫ്രിഡ്ജൊന്ന് ക്ലീൻ ആക്കാൻ പോവുകയാണ്. ഞാൻ എന്ത് പണിയെടുക്കുകയാണെന്നുണ്ടെങ്കിലും എൻ്റെ കുട്ടീൻ്റെ ഒപ്പം ഉണ്ട് കേട്ടോ. ഓക്കെ, എന്താണെന്നറിയില്ല, ഓക്കെ ഈ ക്ലീനിങ്ങിനോടും അതിനോടൊക്കെ ഭയങ്കര ഒരു ആർത്തിയാണ് കേട്ടോ. എൻ്റെ പോലെ ഒന്നല്ല. അപ്പോൾ ഞാൻ എന്താക്കും, ഞാൻ എന്താണോ എടുക്കണത് വെച്ചാൽ ഒരു കഷ്ണം ഉപ്പും കൂടി കൊടുക്കുന്നിട്ട് എവിടെയെങ്കിലും ഒന്ന് തുടക്കാൻ പറയും. അപ്പോൾ നമുക്ക് സംഭവം ഇരട്ടിപ്പണിയാണെങ്കിലും കുട്ടികൾ കുറച്ച് നേരം കൂടി ഒന്ന് അടങ്ങി നിൽക്കും. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലത്തെ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഫ്രിഡ്ജ് നന്നായിട്ടൊന്ന് കേകിയിട്ട് എല്ലാം അതിൻ്റെ ഉള്ളത്തെ കബോർഡുകളൊക്കെ എടുത്ത് കേകിയിട്ട് അത് അയച്ചെങ്ങനെ അവർക്ക് തന്നെ ഫിറ്റ് ചെയ്യാണ് കേട്ടോ. പിന്നെ ഞാനിങ്ങനെയാണ് കേട്ടോ നോമ്പിന് ഇത് വെക്കൽ. എന്താ ചിക്കനൊക്കെ ഒരുപാട് കൊണ്ടുവരുമ്പോൾ ഞാനിങ്ങനെ കുഞ്ഞു കുഞ്ഞു കീസാക്കിയിട്ടാണ് കേട്ടോ വെക്കൽ. അങ്ങനെ വെക്കുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഇപ്പോൾ വലിയൊരു കീസാണെന്നുണ്ടെങ്കിൽ അത് നമ്മളിപ്പോൾ കുറച്ച് എടുക്കുകയാണെങ്കിൽ എല്ലാം പാട് എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ട് ഇതാക്കണ്ടേ. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കീസാക്കുമ്പോൾ അതിൻ്റെ ഒരാവശ്യം വരുന്നില്ല. അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ ചെയ്യൽ. പിന്നെ നമ്മൾ ഓരോന്ന് ഫ്രിഡ്ജിൽ അടുക്കി വെക്കുകയാണ് കേട്ടോ. പൊടികളും ചിക്കൻ മസാലപ്പൊടികളും അതേപോലെ പിന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നമ്മൾ അതേപോലെ തന്നെ അടുക്കി വെക്കുകയാണ് കേട്ടോ. എനിക്ക് ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് ഇങ്ങനെ അടുക്കി പെറുക്കി വെക്കൽ. അപ്പോൾ നമ്മൾ ബീട്രൂട്ടും തക്കാളിയും ക്യാരറ്റും എല്ലാം കുറച്ചുള്ളൂ കേട്ടോ ഉള്ളതൊക്കെ നമ്മൾ അതേപോലെ തന്നെ എടുത്ത സാധനങ്ങൾ അതേപോലെ തിരികെ വെക്കണമല്ലോ, അങ്ങോട്ട് തന്നെ വെക്കുകയാണ് കേട്ടോ. തൈര് അതേപോലെ ഈ വെള്ളരിക്കൊക്കെ ഏതൊക്കെ നോമ്പിന് എടുക്കും തന്നെ അതൊക്കെ വെറുതെ ചീഞ്ഞ് കളയാനാണ് കേട്ടോ. പിന്നെ ഞാൻ ചപ്പും പുതിനയൊക്കെ ഇങ്ങനെ ഒരു ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ട് അയക്കാണ് കേട്ടോ അരിഞ്ഞിടുന്നത്. നോമ്പിൻ്റെ ഓരോ പ്രിപ്പറേഷനാണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അതേപോലെ തന്നെ കറിവേപ്പില ഇങ്ങനെ ചെയ്യണത് ഞാൻ കണ്ടുകണ് കേട്ടോ. കുപ്പിയിലിടണം കണ്ടുകണ്, ഇങ്ങനെ ടിഷ്യൂ വെച്ച് കാണ്ട് വെക്കണതൊക്കെ കണ്ടുകണ് കേട്ടോ. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിയതുണ്ട് കേട്ടോ. വത്തയ്ക്കും മുസമ്പി ഓറഞ്ചും മാങ്ങയൊക്കെ കുറച്ച് വാങ്ങി വെച്ചതുണ്ടായിരുന്നു. അതും പാടെ ഇട്ടിട്ട് നമുക്ക് എന്താക്കാം, ഫ്രിഡ്ജ് ക്ലോസ് ചെയ്യാം. പിന്നെ ഞാൻ ഈ പഴം ഉണ്ടല്ലോ, പഴം പുറത്ത് വെച്ചാൽ പെട്ടെന്ന് പഴുത്ത പഴമാണെന്നുണ്ടെങ്കിൽ പുറത്ത് വെച്ച് പിറ്റേന്ന് നോക്കുമ്പോഴത്തേനും അതൊക്കെ കറുത്ത് കാണ്ട് പിന്നെ തിന്നാൻ പറ്റാത്ത രീതിയിലാവും. ഞാൻ നേരെ ഇത് ഫ്രിഡ്ജിലാണ് കേട്ടോ കൊണ്ടുവന്ന് വെക്കില്ല. അതാകുമ്പോൾ പിന്നെ പഴുക്കൂല, പിന്നെ വല്ലാതെ അങ്ങോട്ട് പഴുക്കൂല. അപ്പോൾ നമുക്ക് കഴിക്കേണ്ട നേരമാകുമ്പോൾ കുറച്ച് എടുത്തിട്ട് കുറച്ച് നേരം പുറത്ത് വെച്ച് അതിൻ്റെ തണുപ്പ് കളഞ്ഞിട്ട് എടുത്ത് വെച്ചാലും മതി. അപ്പോൾ അതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്.